ഏത് അർദ്ധരാത്രി വിളിച്ചാലും ഫോൺ എടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്, അവരുടെ കുടുംബത്തിലൊരാളായി നിന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം, ആ സംസ്ഥാന നേതൃത്വം എന്നോട് കാണിച്ചിട്ടുള്ള കൊടിയ അനീതി, വഞ്ചന, വിദ്വേഷം, എന്റെ കുടുംബത്തെയും എന്നെയും നിരന്തരമായി അവഹേളിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, അതൊന്നും ഏറെ നീട്ടിപ്പറയാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കുറെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതെല്ലാം സഹിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് അതിനോട് 100% ആത്മാർത്ഥം കാണിക്കുന്നയാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത്, അതിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ പിശകുണ്ട് എന്ന് കണ്ട് തിരുത്തി അതെല്ലാം എന്റെ ഭൂതകാലമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. എന്നിട്ടും CPM-കാർക്കാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, എന്നേക്കാൾ കൂടുതൽ ഇതൊക്കെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടില്ലേ, രമേശ് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണദാസ് പറഞ്ഞിട്ടുണ്ട്. എന്തേ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊന്നും പ്രസ്താവനകൾ പരസ്യമായിട്ട് അടിച്ചിട്ട് പത്രങ്ങളിൽ പ്രിന്റ് ചെയ്യാൻ CPM കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് BJP വിട്ട ഒരു നേതാവിന്റെ പ്രസ്താവനകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് പഴയകാല പ്രസ്താവനകളും അതിൽ തന്നെ വ്യാജമായ കാര്യങ്ങളും ഒക്കെ അച്ചടിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ, അതും സെലക്റ്റീവായി ഒരു സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 2 പത്രങ്ങൾ കൊടുക്കാൻ തയ്യാറായി? നോക്കൂ, എത്ര വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ CPM ഉള്ളത്. വർഗീയമായി ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടി, ഈ നാടിനെ അപകടപ്പെടുത്താൻ വേണ്ടി, ഇവിടുത്തെ സാമൂഹ്യ സമരസത, ഇവിടുത്തെ സമത്വബോധം, ഇതെല്ലാം തകർത്തുകൊണ്ട് ഈ നാടിന്റെ പൊതുജീവിതത്തെ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ വിജയിപ്പിക്കാനുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ടല്ലേ CPM അത്തരത്തിലൊരു പരസ്യം കൊടുത്തത്? പക്ഷേ പരസ്യം ബൂമറാങ്ങായി മാറി അല്ലെ? വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് പോലെ പാലക്കാട്ടെ ആ പരസ്യവും അവർക്ക് തന്നെ വിനാശമായി മാറി. ഒരു സംശയം വേണ്ട, നാളെ രാവിലെ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതിനുള്ള സാക്ഷ്യമായി മാറും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നടക്കുന്നത് എന്താ? കേരളത്തിൽ BJP-യുടെ റോൾ ഏറ്റെടുത്തിട്ടുള്ളത് CPM അല്ലേ? 2 കൂട്ടരും പഴയ സലീം കുമാറിന്റെ സിനിമയിൽ പറയുന്ന പോലെ ഒരു അമ്മ വെച്ച അളിയന്മാരെ പോലെയല്ലേ നടക്കുന്നത്? ഒരു അമ്മ വെച്ച അളിയന്മാരെ പോലെ. പിണറായി വിജയന്റെ റോള് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ റോളാണ്. സുരേന്ദ്രന്റെ റോള് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി റോളാണ്. 2 കൂട്ടർക്കും പൊതുശത്രു എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉമാണ്. 2 കൂട്ടരും തകർക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ മതേതര നിലപാടുകളെയാണ്. 2 കൂട്ടരും തകർക്കാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ മതസാഹോദര്യത്തെയാണ്.